നിന്ന് നിസ്കരിക്കുന്ന സാഹചര്യങ്ങൾ വളരെ കുറവാണല്ലോ. അപ്പൊ പലവരും ഈ നല്ല ഫിറ്റായി നിൽക്കുന്ന സഫുകളിൽ നിൽക്കുമ്പോ ഈ ഇടതുഭാഗത്ത് നിൽക്കുന്നവന്റെ ബാക്കിലേക്ക് കൈ ഇങ്ങോട്ട് വെക്കും, ബാക്കിലേക്ക്. അപ്പൊ അത് പലപ്പോഴും വലിയ വലിയ ജമാഅത്തുകളിലൊക്കെ ഇങ്ങനെ നോക്കുമ്പോ പലവരുടെയും നെഞ്ച് കിബിലയെ തൊട്ട് തെറ്റിയത് വളരെ വ്യക്തമായി ഇങ്ങോട്ട് തെറ്റിയത് കാണാം. അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചില പള്ളികളൊക്കെ ആണെങ്കിൽ പിന്നെ അവിടെ തെറ്റേണ്ട ആവശ്യമില്ല. ചില വീടുകൾ പലപ്പോഴും കിബിലക്ക് നേരെ നിർമ്മിക്കാറുണ്ട്. കാരണം വടക്കുമരി ശരിയാവുന്നില്ലെങ്കിൽ പിന്നെ റോഡിനോട് നേരെ ലെവലായി നിൽക്കുമ്പോഴാണ് വീടിന് ഭംഗി. അപ്പൊ മുമ്പ് തന്നെ എന്ത് ചെയ്യും, നമ്മള് റോഡിനോട് നേരെ വീട് നിൽക്കാൻ വേണ്ടി വടക്കുമരി നോക്കാതെ നേരെ വീട് നിർത്തുമ്പോ പലപ്പോഴും പല വീടുകളും കിബിലക്ക് നേരെ നിൽക്കുന്നുണ്ടാവും. ആ വീട്ടിലൊന്നും പിന്നെ അല്പം പോലും വടക്കു ഭാഗത്തേക്ക് തെറ്റേണ്ട ആവശ്യം വരില്ല. പക്ഷെ പലപ്പോഴും അശ്രദ്ധത കാരണം നിന്ന് നിസ്കരിക്കുന്നവൻ സലാം വീട്ടുന്നത് വരെ അവന്റെ നെഞ്ച് ഇരുന്ന് നിസ്കരിക്കുന്നവനും നിന്ന് നിസ്കരിക്കുന്നവനും സലാം വീട്ടുന്നത് വരെ അവന്റെ നെഞ്ച് കിബിലയെ തൊട്ട് തെറ്റാൻ പാടില്ല. അവിടെ ഞാനൊരു കാര്യം പറയാണ്, അത് പലപ്പോഴും സഹോദരിമാർക്കാണ് അത് കാണുന്നത് എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഈ സലാം ഒന്നാമത്തെ സലാം വീട്ടുമ്പോ നല്ല അങ്ങട്ട് തിരിഞ്ഞ് കാണാൻ ചില സഹോദര സഹോദരിമാർ നല്ലോണം അങ്ങട്ട് തിരി, അല്ലേ, നല്ല അങ്ങട്ട് തിരി. ആ തിരിച്ചതിലൊക്കെ നെഞ്ച് കിബിലയെ തൊട്ട് തെറ്റുന്നുണ്ടോ നല്ല ശ്രദ്ധിക്കണം. മുഖം തെറ്റിയത് കൊണ്ട് കുഴപ്പമില്ല. ഒരാൾ നിസ്കാരത്തിൽ മുഖം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിഞ്ഞു, ഒരു കളി തമാശയായി മുഖം കൊണ്ട് തിരിക്കാൻ പാടില്ല. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നിസ്കരിക്കാൻ നിൽക്കുമ്പോ എന്തോ ഒരു അപശബ്ദം കേട്ടു, എന്താണെന്ന് അറിയാൻ വേണ്ടി ഒരാൾ അത് തിരിഞ്ഞു നോക്കി. എന്തെങ്കിലും ബാക്കിൽ നിന്ന് അപകടം വരികയാണോ, അല്ലെങ്കിൽ ഒരു പാമ്പ് ഇങ്ങനെ അരിച്ചു വരുന്നുണ്ട്, കുറച്ചോനെ പാമ്പ് പഞ്ഞിന്റെ പായേക്ക് വരികയാണോ എന്നറിയാൻ വേണ്ടി ഒന്നിങ്ങനെ മുഖം തിരിച്ചു നോക്കി. അതെന്താവില്ല, നിസ്കാരം ബാത്തിലാവുന്നില്ല. മുഖം ആവശ്യത്തിന് വേണ്ടി മുഖം തിരിച്ചത് കൊണ്ട് നിസ്കാരം ബാത്തിലാവുകയില്ല. എന്റെ സഹോദരിമാര്, ഞാൻ മുമ്പ് പറഞ്ഞ മാതിരി ഒരു വിഷയത്തിലേക്ക് കടന്നാൽ പിന്നെ വൈദ്യരെ വെത്താൻ ഏൽപ്പിച്ച മാതിരി പിന്നെ പലതും ഇങ്ങനെ പറയാണ്ടാവും. വൈദ്യർക്ക് കാണുന്നതൊക്കെ മരുന്നാണ്, അവസാനം പൊന്ത വെത്താതെ തിരിച്ചു പോന്ന കഥ പറഞ്ഞ മാതിരി ഞാനൊരു വിഷയത്തേക്ക് കടന്നാൽ പിന്നെ സാധാരണക്കാർക്ക് പറ്റുന്ന ഒരുപാട് അബദ്ധങ്ങൾ. എത്രയോ സഹോദരിമാര് സലാം വീട്ടലോടുകൂടെ നിസ്കാരം ബാത്തിലാവുന്നുണ്ട് ഇത്ര ആൾക്കാരെ. കാരണം മിക്ക സഹോദരിമാരും സലാം വീട്ടുമ്പോ മുഖം ഒന്ന് കീപ്പത്താക്കും, ഒന്ന് മേപ്പത്താക്കും, അപ്പത്തന്നെ അങ്ങോട്ട് തിരിക്കും ചെയ്യും. മൂന്നനക്കായി നോക്കൊണ്ട് പല സഹോദരിമാരും അതങ്ങനെ പുരുഷന്മാരിൽ നിന്ന് വല്ലാതെ അത് കണ്ടിട്ടില്ല. മുസ്ലിയാരെ, നിങ്ങൾ പെണ്ണുങ്ങൾ നിസ്കരിക്കുന്നിടത്ത് ജനൽ വഴിക്ക് നോക്കുകയാണോ എന്നൊന്നും ചോദിക്കരുത്. ഞാൻ അങ്ങനെ നോക്കാറില്ല. പക്ഷെ എനിക്ക് നോക്കാൻ പറ്റാവുന്ന പല സഹോദരിമാരി നോക്കുമ്പോ ആ സ്വഭാവം കാണാണ്ട്, ആ ഒരു സ്വഭാവം കാണാണ്ട് ഒന്ന് സലാം വീട്ടുമ്പോ ഒന്നിങ്ങോട്ട് ആ മുഖം കീപ്പത്താക്കും, അപ്പത്തന്നെ ഒരു മുകളിലേക്കും ആക്കും, അപ്പത്തന്നെ അങ്ങോട്ട് തിരിക്കും ചെയ്യും പല ഭാഗത്തേക്ക്. ഇപ്പൊ മൂന്നനക്കായി നിസ്കാരം അവിടെ ബാത്തിലാകുക. അപ്പൊ ഞാന് അതൊക്കെ ശ്രദ്ധിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്താ ചെയ്യുക, ശ്രദ്ധിക്കാൻ വേണ്ടി പറയാണ്. അല്ലാഹു തആല അശ്രദ്ധമായി പോകുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. അപ്പൊ ഈ സലാം വീട്ടുന്നോട്ടും ചില സഹോദരിമാർക്കുണ്ട് നല്ലോണം തിരിച്ചല്, നല്ല അങ്ങോട്ട് തിരിയവര്. പലപ്പോഴും കിബിലയെ തൊട്ട് നെഞ്ച് തെറ്റുന്ന രൂപത്തിലുള്ള തിരിച്ചൽ വന്നാൽ നമ്മുടെ നിസ്കാരം അവിടെ ബാത്തിലാവും. അത് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ ഞാൻ ഈ ഒരു വിഷയം പറഞ്ഞപ്പോ പിന്നെ ഇപ്പൊ എല്ലാവർക്കും തോന്നിയ ഞാൻ അങ്ങനെ തിരിയുന്നുണ്ടോ, എന്റെ നെഞ്ചങ്ങനെ തെറ്റുന്നുണ്ടോ. അതപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്. ഒരു വിഷയം പറയുമ്പോ പിന്നെ എല്ലാവരും അതിന്റെ പിന്നാലെ കൂടുന്നത് കാണാം. അങ്ങനെ നമ്മൾ ഓരോ വിഷയങ്ങളും പറയാൻ നിന്നാൽ എവിടെയും നമ്മുടെ വിഷയങ്ങൾ എത്തില്ല എന്ന് എനിക്കറിയാം. എന്നിരുന്നാലും ഇടയ്ക്കുള്ള ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഉണർത്തലുകൾ പല സാധാരണക്കാർക്കും ഉപകരിക്കും എന്ന നിലക്ക് ഞാൻ ഉണർത്തുകയാണ്. അപ്പൊ നമ്മള് നെഞ്ച് തെറ്റുന്നത് ശ്രദ്ധിക്കണം. നെഞ്ച് തെറ്റുന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കിബിലയെ തെറ്റിയിട്ടാണ് നിസ്കാരം നടന്നിട്ടുള്ളത് എന്ന് നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം ഉറപ്പായാൽ ആ നിസ്കാരം പിന്നെ ഖളാ മടക്കി നിസ്കരിക്കേണ്ടി വരും. അങ്ങനെ തന്നെ അതിന്റെ മുസ്സല വരിക. അപ്പൊ നമ്മളിപ്പോ വേണമെങ്കിൽ ഒരു പണി ചെയ്യാം.
ഈ കൈ ഇങ്ങനെ വെക്കുമ്പോ അവനിക്ക് ശരിയായ രൂപത്തിൽ കൈ വെക്കാൻ സൗകര്യം കിട്ടുന്നില്ല. കൈയൊന്ന് ആയാസത്തിൽ വെക്കാൻ വേണ്ടി ഒന്നെങ്കിൽ തെറ്റിച്ചാൽ കിബില തെറ്റും ചെയ്യും. തൽക്കാലം കൈ കെട്ടണ്ടെന്ന് വെച്ചാല് അല്ലാതെ എന്ത് ചെയ്യാം? മനസ്സിലായോ? തൽക്കാലം ഇപ്പൊ എനിക്ക് കൈ ഇങ്ങനെ തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം കൈ ഇങ്ങനെ കെട്ടി അത്രയും ഫിറ്റാ. ചിലപ്പോ എന്താവും, ഫിറ്റ് ഉണ്ടാവും. കാരണം ഞാനത് അനുഭവിച്ചതാ. ഒരിക്കൽ റമദാൻ കഴിഞ്ഞ് ഒന്നാം പെരുന്നാക്ക്, ചെറിയ പെരുന്നാൾ ഒന്നാം പെരുന്നാക്ക് ഞാൻ ഒരിക്കൽ നിസ്കാരത്തിന് വേണ്ടി മസ്ജിദുൽ ഹറാമിൽ പങ്കെടുത്തവനാണ്. അന്ന് റദ്ദിക്ക് ഞാനത് അനുഭവിച്ചത് അത്രയും. കാരണം ജനങ്ങൾ ഇങ്ങോട്ട് ഫിറ്റായി നിൽക്കുകയാണ്. കാരണം പെട്ടെന്ന് നമ്മളെ സുബഹി നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി ഒരു അല്പം കഴിയുമ്പോഴേക്ക് അവരുടെ പെരുന്നാൾ നിസ്കാരം തുടങ്ങും. അപ്പൊ പലവരും പല അശ്രദ്ധതയിലുമായിരിക്കും അല്ലേ? ഞാൻ രതിക്കാവ് മസാല അവിടെന്ന്. പക്ഷെ കഅബത്തിങ്ങാവുമ്പോ പിന്നെ വല്ലാതെ ഒരു പ്രശ്നമില്ല. കാരണം കഅബന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞാൽ മതി, അത് വേറെ കാര്യം. പക്ഷെ ഈ ഫിറ്റാവുന്ന വർത്തമാനാണ് ഞാൻ പറയുന്നത്. അപ്പൊ ആൾക്കാർ പെട്ടെന്നാണ് ഇമാമത് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുക. അങ്ങനെ മക്കത്ത് ഹറമിലൊക്കെ പെരുന്നാൾ നിസ്കാരം നമ്മളെ വെത്ത മാതിരി കറക്റ്റ് 8 മണിക്ക് നാനിങ്ങാണ്ട് പിന്നെ മൈക്കൊന്ന് ഓണാക്കി നിസ്കരിക്കാൻ പോവുകയാണ്, അതൊന്നും ഉണ്ടാവൂല. നമ്മൾ സുബഹിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കേ കാലം. പലവരും പിന്നെ ഒന്നാം പെരുന്നാൾ ആവുമ്പോ റമദാനിന്റെ 30 ദിവസത്തിന് ശേഷം പല അറബികളും കാപ്പിയും ചായയും ഈത്തപ്പഴൊക്കെയും കൊണ്ടുവരും. എന്നിട്ട് അത് തിന്നുന്നതിന്റെ ഇടയിലാണ് അസ്സലാത്ത ജാമിയ അല്ലാഹു അക്ബർ എന്ന് പറയും. അപ്പൊ ഈ സാധാരണക്കാർ കിട്ടിയ കേപ്പ് ഉപയോഗിക്കും. ഇനി അവിടെ ഒരാൾക്ക് കേറി നിൽക്കാൻ സ്ഥലമില്ല, അതിന്റെ ഇടയ്ക്കൊക്കെ തിരികെ നിൽക്കും. കാരണം അവർക്ക് നിസ്കരിക്കാൻ സ്ഥലം കിട്ടാം. അപ്പൊ പലപ്പോഴും ഈ നെഞ്ച് കിബിലയത്വത്ത് തെറ്റുന്ന ഈ സാഹചര്യം അത് ശ്രദ്ധിച്ചേ പറ്റൂ. അപ്പോ നമുക്കങ്ങനെ കൈ കെട്ടിയിട്ട് അവിടെ നിൽക്കാൻ വയ്യാന്ന് വെക്കുക. പക്ഷെ ഞാൻ കൈ കെട്ടിയാൽ ഇനി കൈയൊരു സുഖായി വെക്കണമെങ്കിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിച്ചാൽ ഇതിന്റെ നെഞ്ചിന്റെ ഭാഗമല്ല, നെഞ്ച് കിബിലയത്വത്ത് തെറ്റുമെന്ന് കണ്ടാൽ തൽക്കാലം കൈ കെട്ടൽ ഒഴിവാക്കലായിരിക്കും അത് നന്നാകുക. ഈ നിസ്കാരം ബാത്തിലാവുന്ന രൂപം ചെയ്തിട്ട് ഈ സുന്നത്തെടുത്തിട്ട് കാര്യമില്ലല്ലോ എന്നും സാന്ദർഭികമായി ഉണർത്തുകയാണ് ഞാൻ പറയുന്നത്. അശ്രദ്ധമായി പോകുന്ന പല കാര്യങ്ങളെ കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ നിസ്കാരം ബാത്തിലാകുന്നത്. മനഃപൂർവം ചെയ്യുന്നത് കൊണ്ടല്ല. മനഃപൂർവം ചെയ്യുന്നത് കൊണ്ട് പലപ്പോഴും പല സാധാരണക്കാരുടെ നിസ്കാരം ബാത്തിലാവുന്നില്ല. അശ്രദ്ധത കാരണം. ഒരു ഉദാഹരണം കൂടി വേണമെങ്കിൽ പറയാം. ഇപ്പൊ നമ്മൾ സുജൂദില് 2 ചെരിപ്പരിക്കാലിന്റെ വിരലുകളുടെ പള്ളയിൽ നിന്ന് ഒരു വിരലിന്റെ പള്ളയെങ്കിലും നിലത്ത് വെക്കണം. ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായ പ്രകാരം നിസ്കാരം സഹിയാവാൻ. എത്രയോ ആളുകളുടെ അശ്രദ്ധത കാരണമാണ് അത് നഷ്ടപ്പെട്ടു പോകുന്നത്. അത് കൽപ്പിച്ചില്ല, അശ്രദ്ധ. സുജൂദിക്കണ്ട് പോയി, ഓൻ ഒരു കാലും മറ്റേ കാലുമൊക്കെ ഏറ്റിച്ചിട്ട് സുജൂദ് ചെയ്ത് പൊന്തുകയാണ്. അപ്പൊ അങ്ങനെ അശ്രദ്ധമായി പോകുന്ന കാര്യങ്ങളൊക്കെയും ശ്രദ്ധിച്ച് ചെയ്യാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്തഫ അലൂര് പറയാനുള്ളത്, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നിസ്കാരത്തിന്റെ ഷർത്തുകളിൽപ്പെട്ട ഒരു ഷർത്താണല്ലോ കിബിലക്ക് നേരെ ആവുക എന്നുള്ളത്. അത് നിന്ന് നിസ്കരിക്കുന്നവൻ ഇന്ന രൂപത്തില്, ഇരുന്ന് നിസ്കരിക്കുന്നവര് കിടന്ന് നിസ്കരിക്കുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു മസലയാണ്. നമ്മളൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ചില ആൾക്കാർ മലർന്ന് കിടന്ന് നിസ്കരിക്കുന്നവർ സലാം വീഴ്ത്തുമ്പോ വലഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും തിരിക്കും. അപ്പൊ അവിടെ തിരിക്കാൻ പാടില്ല എന്നാണ്. ആ കിടന്ന മുഖം ആ വെച്ച രൂപത്തിൽ തന്നെ വെച്ച് സലാം വീഴ്ത്തണം. സലാം വീഴ്ത്താൻ വേണ്ടി ഒരാൾ മുഖം തിരിക്കുമ്പോ അവരുടെ മുഖം കിബിലയത്വത്തിൽ തെറ്റുകയാണ്. അല്ലാതെ പാടില്ല. അപ്പൊ അത്തരം